ഹായ്. ഇപ്പോൾ നമ്മുടെ ഈ ഓസ്ട്രേലിയയിലുണ്ടല്ലോ സമ്മർ വെക്കേഷൻ നടന്നുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഇപ്പം ഇവിടുത്തെ പാർക്കുകൾ, ഇഷ്ടംപോലെ പാർക്കുകളുണ്ട് ഇവിടെ. ഇവിടുത്തെ പാർക്കുകളൊക്കെ ഭയങ്കര സജീവമാണ്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ന്യൂ കാസിലിലെ വോൾസെന്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഫെഡറൽ പാർക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ നല്ല അടിപൊളി ഒരു ക്രിക്കറ്റ് നെറ്റൊക്കെ ഉണ്ട്. അപ്പം അച്ഛനും മക്കളും കൂടെ അവിടെ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ അത് കാണിച്ചു തരാവേ. അതുപോലെ ഇവിടെ എന്ത് രസമാണെന്നറിയോ, ഇഷ്ടം പോലെ പിള്ളേരാണ് കളിക്കാൻ വന്നേക്കുന്നത്. കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ പാർക്കുകൾ അടിപൊളിയാണ്. ഒരു വലിയ ഗ്രൗണ്ടാണ് കേട്ടോ. ഇവിടെ ക്രിക്കറ്റും ഫുട്ബോളും എല്ലാ ഗെയിംസും നടക്കാറുണ്ട്. അതുപോലെ ഇവിടുത്തെ സ്കൂളുകളും വന്ന് ഇവിടെ പരിപാടികളൊക്കെ നടത്താറുണ്ട്. ഒരുപാട് കോർട്ടുകളുണ്ട് ഇവിടെ കേട്ടോ. അത് ഇവിടെ നമുക്ക് ഫുട്ബോളും പ്രാക്ടീസ് ചെയ്യാം, ക്രിക്കറ്റും പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ അപ്പുറത്ത് ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടുണ്ട്. പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുവാണ്. അതുപോലെ ഇവിടെ പിള്ളേർക്ക് ഇങ്ങനെ ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വോള് വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയ ജിമ്മാണേ. അപ്പോൾ വേണ്ടവർക്ക് ഇവിടെ വന്നിട്ട് ജിം ആക്ടിവിറ്റീസ് ചെയ്യാം. ഇതാ ബബ്ലറുണ്ട്, നമുക്ക് വെള്ളം കുടിക്കാം. ഇത് വേറൊരു ഫുട്ബോൾ കം ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടാണ്. ഇവിടെയാണ് കണ്ണനും കിശുവും വന്നിപ്പോൾ കളിക്കാറ്. ഇപ്പോൾ പിള്ളേരൊന്നും എത്തിയിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും എത്തും. സമയം ഇപ്പോൾ 6 മണിയായി കേട്ടോ. പക്ഷെ എന്ത് വെളിച്ചാന്ന് നോക്കിക്കേ. അച്ഛനും മോനും കൂടെ നെറ്റിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ കൊച്ചു പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ സൈക്കിള് ഓടിക്കാനൊക്കെയുള്ള ട്രാക്കുകൾ, അങ്ങനത്തെ പല ആക്ടിവിറ്റീസാണ് ഈ ഭാഗത്തുള്ളത്. ഇവിടെ ഇഷ്ടം പോലെ കുഞ്ഞു പിള്ളേർ വന്നിതാ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പാരൻസാണ് കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ പാർക്കുകളിൽ വരുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട് കേട്ടോ. അടിക്കണേ. പിള്ളേരുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഇത് തന്നെ ധാരാളം അല്ലേ. അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം ഇപ്പൊ ഞങ്ങൾ ഇവിടെയാണ് വരുന്നത്. ഇവിടെ വന്ന് കുറച്ചു നേരം കണ്ണനെയും കിച്ചുവിനെയും കളിപ്പിച്ചിട്ട് പോകും. എന്ത് അടിപൊളി ഗ്രൗണ്ടാ ഇത്. നമ്മൾ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അല്ലേ.